സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്നലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കൃത്യമായി MP രാജേഷ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് കർണാടക സ്പിരിറ്റ് ലോബിയുമായി ബന്ധമുണ്ട്. കർണാടക സ്പിരിറ്റ് ലോബിയിലെ പ്രമുഖർ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി എന്നതടക്കമുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല മറുപടി പറയുമോ എന്നറിയില്ല. ഒരു പക്ഷേ ചോദ്യോത്തരങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അക്കാര്യവും പറയാം. അപ്പോൾ അതിലേക്ക് ആ മറുപടി അടക്കം കിട്ടുമ്പോൾ നമുക്ക് വരാം. ഇപ്പോൾ CK വിജയൻ വിവരങ്ങളുമായി, അതായത് എന്താണ് VD സതീശൻ പറഞ്ഞത് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി CK വിജയനുണ്ട്. ഒരു പുതിയ ആരോപണം ഉന്നയിച്ചു. അതായത് ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K കവിത ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്ത K കവിത കേരളത്തിലെത്തി എന്ന ആരോപണം കൂടി ഉന്നയിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അതീവ ഗൗരവമേറിയ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. BRS നേതാവായ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കൂടിയായ K കവിത ഡൽഹി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അടക്കം അന്വേഷണ പരിധിയിൽ വരികയും അറസ്റ്റിലാവുകയും ചെയ്ത അവർ കേരളത്തിലേക്ക് വന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം പരോക്ഷമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. അത് കേരളത്തിലെ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്, മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്, അത് ഒരു കോഴയുമായി ബന്ധപ്പെട്ടതാണ് എന്നതുൾപ്പെടെ വരെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഈ കവിതയുടെ വരവ് പ്രധാനമായും വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരുപക്ഷെ CPM-നോ അല്ലെ മറ്റുള്ളവർക്കോ വന്നു ചേരാനുള്ള സാധ്യതയും അതുകൂടിയുണ്ട്. ഇനിയല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അവർ എവിടെയാണ് താമസിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടാകാം. അത് അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടി കടുത്ത ആരോപണമായി ഈ കവിതയുടെ സന്ദർശനം മാറും. രണ്ടാമത്തേത്, ഈ മദ്യനയം തുടങ്ങുന്ന കാര്യം ഒയാസിസ് കമ്പനി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നതാണ്. അതിന് അദ്ദേഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരത്തിയിരിക്കുന്നത് അവിടെ ഒയാസിസ് കമ്പനി ഈ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് ഇതിനു മുമ്പ് ഒരു അണ്ടർ ദ ടേബിൾ ചർച്ച ഈ പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ CPM-മായോ ഇവർ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ധ്വനി അതിനകത്തുണ്ട്. കാരണം മദ്യനയം വരാൻ പോകുന്ന വിവരം മുൻകൂട്ടി കേരളത്തിലെ മറ്റാരും അറിയുന്നതിന് മുൻപ് തന്നെ ഈ ഒയാസിസ് കമ്പനി അറിഞ്ഞിട്ടുണ്ട്. അവർ അവിടെ സ്ഥലം വാങ്ങുകയും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് സമാന്തരമായി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിനുകൂടി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ ഇവർക്ക് വന്നേക്കാം. എവിടെയാണ് എന്ന കാര്യം അടക്കം അന്വേഷിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അന്ന് ഈ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട സൗത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വ്യവസായ ഗ്രൂപ്പ്, അതുമായി ബന്ധമുള്ള ആളാണ് കവിത അടക്കമുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉണ്ടായത്. കവിത വന്നപ്പോൾ താമസിച്ചതും ചർച്ചകൾ നടത്തിയതും സർക്കാരുമായി ബന്ധപ്പെട്ടാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ടോ പ്രതിപക്ഷം? അത്തരത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നില്ല. എവിടെയാണ് താമസിച്ചത് എന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ അതിനകത്ത് ചില വ്യക്തതകൾ കൂടി വരാനുണ്ടാകും. ഏതായാലും ഈ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ കണ്ടുപിടിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനത്തിന് അത്തരം ചില സസ്പെൻസ് ഒക്കെ നിലനിർത്തിക്കൊണ്ടാണല്ലോ സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് VD സതീശൻ തന്നെ അധികം വൈകാതെ അദ്ദേഹം തന്നെ ഈ വിവരങ്ങൾ പുറത്തുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, അത്തരത്തിൽ കവിതയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കാനും അവർ എവിടെയൊക്കെ താമസിച്ചു എങ്ങോട്ട് പോയി എന്നുള്ള വിവരങ്ങളൊക്കെ സംഘടിപ്പിക്കാനും വലിയ പ്രയാസങ്ങളും ഉണ്ടാകില്ല. പക്ഷേ അത് അദ്ദേഹം പറയുന്നത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ച കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്യൂവൽ, ഒരു ഇന്ധനം അദ്ദേഹം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം ഇനി ഒരുപക്ഷെ കവിതയുടെ വരവിനെ സംബന്ധിച്ച ചർച്ചകളും അന്വേഷണങ്ങളും സമാന്തരമായി നടക്കുകയും ചെയ്യും.